സൂസേ, ഞാനന്നേരം ചോദിച്ചില്ലെന്നേ ഉള്ളു. പ്രാഞ്ചിക്ക് ഇന്ന് ആരെ എന്ത് ഓർഡർ കൊടുത്തെന്നാണ് പറയണുണ്ടായത്? ഒരു വിദേശയാത്രേ. എല്ലാ മാസവും ഒരുപാട് കരിയുടെ ബിസിനസ്സോ എന്തോ മറ്റോ ആണെന്നാ പറഞ്ഞത്. എന്നാലും ഇന്നൊരു നല്ല ദിവസമായിട്ട് പള്ളിയിൽ വരാതിരുന്ന മോശമായിപ്പോയി. ഈ വിദേശി ഓർഡറൊക്കെ കർത്താവിന്റെ മുമ്പിൽ ഒരു കാരണമല്ലട്ടാ. അതല്ല അലീസ് ചേച്ചി, ഇപ്പൊ തന്നെ നോക്ക് എത്ര കാലമായിട്ടാ നല്ലൊരു ബിസിനസ് കിട്ടിയത്. നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു ബിസിനസ് കിട്ടിയെന്നാ പ്രാഞ്ചിയേട്ട ഇന്നലെ പറഞ്ഞത്. കാറ് എല്ലാപ്പം തിരിച്ചെത്തിയിട്ടുണ്ടാകും. കണ്ടോ, പള്ളി പോയി തിരിച്ചെത്തേണ്ട കറക്റ്റ് സമയത്ത് തന്നെ വിദേശിയും കഴിഞ്ഞ് ഓർഡർ എടുക്കലും കഴിഞ്ഞ്. എനിക്കൊന്നും മനസ്സിലാവണില്ല സൂസേ. ചേച്ചിക്ക് ഇപ്പൊ എന്താ മനസ്സിലാവാത്തത്? ഒന്നുമില്ല. അവന് ദൈവസ്നേഹം ഉണ്ടായ അതിന്റെ ഗുണം അവനുണ്ടാകും. അച്ഛൻ ഇന്ന് എന്താ പറഞ്ഞത്? എല്ലാ ദുശീലങ്ങളും മാറ്റാൻ ദൈവസ്നേഹം ഉള്ളിലുണ്ടായാൽ മതിയെന്ന്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. കേട്ടിട്ടുണ്ടല്ലോ? പാടിയതൊക്കെ കൊള്ളാം. പക്ഷെ ഈ പാട്ടും പ്രാഞ്ചേട്ടനും തമ്മിൽ എന്താ ബന്ധം? പ്രാഞ്ചേട്ടനെ അങ്ങനെ ദൈവസ്നേഹം ഇല്ലാത്ത ആളൊന്നും അല്ല. എന്റെ പൊന്നു സൂസേ, ഈ മനുഷ്യന്മാരെന്ത് ചെയ്യണ അത് തന്നെ അവർക്ക് തിരിച്ചു കിട്ടും. ആലീസി ഇപ്പോഴും പ്രാഞ്ചേട്ടനെ കുറ്റപ്പെടുത്തുവാണോ? കുറ്റപ്പെടുത്തുന്നതല്ലടി, അവനവൻ നന്നായ അവനവന് കൊള്ളാം, അത്രേ ഉദ്ദേശമുള്ളൂ. അച്ഛൻ ഇന്ന് എന്താണ് പറഞ്ഞത്? അനന്തരം അവൻ ഇപ്രകാരം അരുൾ ചെയ്തു: പത്രോസേ, നീ നിന്റെ വാളുറയിലിടുക. എന്തുകൊണ്ടെന്നാൽ വാളെടുത്തവൻ വാളാൽ. അപ്പൊ ഇതാണ് വിദേശം. ഇവന് ഇന്ന് ഞാൻ ഇന്ന് തന്നെ വേണമായിരുന്നു നിന്റെ ഈ വാൾ പോയിട്ട്. ഒരു ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വരില്ലായിരുന്നു. എന്റെ വയറ്റിലൊന്നുമില്ല, അതുകൊണ്ടാ. നീയേ വെറും വയറ്റിൽ കുടിച്ചതൊക്കെ അവിടെ നിക്കട്ടെ. ഇന്നത്തെ ഈ വിദേശി ഓർഡറൊക്കെ നിന്റെ കളവായിരുന്നില്ലേടാ? നിനക്ക് ഇവിടെ കയറി കുടിക്കാൻ വേണ്ടിട്ട്. അവര് വന്നു, കണ്ടു, കാര്യങ്ങള് നടന്നില്ല, അതിന്റെ വിഷമത്തിലായ. ഒരു ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ. പ്രാഞ്ചി, നിനക്കിപ്പോ തൊട്ട് കൂട്ടാൻ കിട്ടാത്തതാണോ അത് ഇവിടെ കയറി കുടിച്ചതാണോ? ഏതാ ഇപ്പൊ യഥാർത്ഥ പ്രശ്നം? കൊണ്ട വെള്ളം കയറ്റി വന്നിട്ട് അവനിപ്പോ ഓംലെറ്റ് കിട്ടിയില്ലെന്ന്. എന്താ കുരുവേട്ടന് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയോ? എനിക്ക് ചൊറിഞ്ഞു വന്നിട്ട് എനിക്ക് ഓംലെറ്റ് അല്ല, നിനക്ക് ബുൾസൈ ഉണ്ടാക്കി തരണം. നീ അവിടെ നിന്നോ, നീ ഇവിടെ കിടക്കട കുറച്ചു നേരം കൂടി. അപ്പനെ പള്ളിയിൽ അച്ഛൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പനോട് ഓംലെറ്റ് അന്വേഷിച്ച് അടക്കാന്ന് പറഞ്ഞു ഞാൻ. ഇതെന്തൊക്കെ പറ്റിയത്? എന്റെ കഷ്ടപ്പാട് ആർക്കും മനസ്സിലാവില്ല കർത്താവേ. അയ്യോ, അടുത്ത ഓശാനത്തിരുന്നാളാവുമ്പോഴേക്കും പ്രാഞ്ചേട്ടന്റെ ക്ലീൻ ആയിരിക്കും. ബെസ്റ്റ്. അതിനുള്ള സമയമൊന്നുമില്ല, പെട്ടെന്ന് ശരിയാക്കണം പ്രാഞ്ചിന. എന്നാ പിന്നെ ഒരു വഴിയുണ്ട്. ഒരു ഇരുട്ടടിയാലോ? അതെ, പക്ഷെ അടിക്കാൻ പോണത് ശരീരത്തിലല്ല, മനസ്സിലാണ്. നീ വലിയ കവിയൊന്നും ചമയണ്ട, മര്യാദക്കുള്ള കാര്യം പറ. എന്താണ്? മുള്ളിനെ മുള്ളോണ്ടെടുക്കാന്ന് കേട്ടിട്ടുണ്ടോ? അതല്ലടാ നിന്നെ വിളിച്ചത്. നീ കാര്യം പറയടാ വെറുതെ. അതായത് മദ്യത്തെ മദ്യം കൊണ്ട് നേരിടണമെന്ന്. എന്നുവെച്ചാ കുരുവേട്ടൻ കുടി തുടങ്ങണം. ചങ്കര, നിന്നെ വിളിച്ചത് കുരുവേട്ടനെ കുടിച്ചു കിടത്താനല്ല, പ്രാഞ്ചിയുടെ കുടി നിർത്താനാ. അതിനെന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി, ഒരു ദിവസത്തേക്ക് മാത്രം കുരുവേട്ടൻ കുടിയാനായാ മതി. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു. നാളെ പ്രാഞ്ചേട്ടന്റെ പിറന്നാളല്ലേ, നല്ലൊരു ദിവസമായിട്ട് കുരുവേട്ടൻ പാമ്പായിട്ട് വരും. എന്നിട്ടെന്താ, ആ വരവിലും മനം തന്നിട്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യം ആലിസേച്ചി കുരുവേട്ടനെ പോയി സമ്മതിപ്പിക്കാൻ നോക്ക്. ഒരേ ഒരു ദിവസത്തേക്ക് കുടിയാനാവാൻ പറ്റുമോ? പറ്റും. പറ്റില്ല പറ്റില്ല പറ്റില്ല. കുടി നിർത്തി എന്നെ കൊണ്ട്. അത് നാളെ എന്റെ അനുജന്റെ പിറന്നാളിന്. ആലിസേ, എനിക്കൊരു എക്തിക്സ് ഉണ്ട്. എന്ത് സാധനം? എക്തിക്സ്. അതിന്റെ അർത്ഥം എന്നോട് ചോദിക്കരുത്. നമ്മുടെ ഇടവകയിൽ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നേക്കാലോ, അതാണ്. അത് ശരിയായിരിക്കും, അല്ലാതെ ഇത്രയും വലിയ വാക്ക് നിങ്ങളുടെ വായിന്ന് വീഴൂല. കുരുവേട്ടാ, എത്ര എത്തിക്സ് ഉണ്ടായാലും അതിന്റെ കൂടെ വീക്ക്നെസ്സും ഉണ്ടാവും. പ്രശസ്തരായ പലരുടെയും ജീവിതത്തിൽ എന്തോരം വീക്ക്നെസ് ഉണ്ടായിട്ടുണ്ട്. എടി, ഇത് അങ്ങനെയാണെങ്കിൽ ഇത് പ്രാഞ്ചിയുടെ ജീവിതത്തിൽ ഒരു വീക്കെൻഡ്സ് ആണെന്ന് കരുതിട്ട് നമുക്കത് മറന്നൂടെ? കുരുവേട്ട കളിക്കല്ലേ.
ഇതൊരു കുടുംബം രക്ഷിക്കാനുള്ള കാര്യ. അത് തന്നെയല്ലേ നിങ്ങളുടെ അനിയനാണ്, അത് മറക്കരുത്. ഇപ്പം ഞാൻ നാളെ കുടിക്കണം, ആ അത് അവന് വേദനിപ്പിക്കണം. ആ പിന്നെ ഞാൻ ഒന്നും രണ്ടും സംസാരിച്ചു വരുമ്പോ ആ വിഷമത്തിൽ അവൻ കുടി അങ്ങോട്ട് നിർത്തണം. അത് തന്നെ, ആ. അത് തന്നെയാണ് എനിക്ക് ആ വേണം. പിന്നെ നാളെ കേക്ക് വാങ്ങാൻ പോണത് കുരുവേട്ടനാണ്. ആ പക്ഷേ ആ. കുരുവേട്ടൻ കേക്ക് വാങ്ങാൻ പോയാലും കേക്ക് വാങ്ങാതെ തിരിച്ചു വരണം. ആ ഉം? മനസ്സിലായോ? എന്റെ ഒരു കുട്ടൻസ് മനസ്സിലായോ? മനസ്സിലായി. വാങ്ങുന്നില്ല എന്ന് മാത്രല്ല, കേക്ക് എവിടെയെന്ന് ചോദിച്ചാ കേക്കോ എന്ത് അങ്ങനെയല്ലേ? ആ. അത് ഞാൻ കല അത് തന്നെ. ഇനി വേറൊരു സംഗതിയുള്ള കാര്യം, ഏ, കേക്ക് വാങ്ങാൻ പോയ കുരുവേട്ടനെ എങ്ങനെ തിരിച്ചു വരണം? അതിപ്പോ പറയാൻ പറ്റില്ല. കുറെ ദിവസമായിട്ട് കള്ളു കുടിക്കാത്ത ഞാൻ നാളെ അടിക്കുമ്പോ എങ്ങനെയാവും ഇപ്പൊ ഞാൻ എങ്ങനെ പറയാ? കുരുവേട്ടാ കൺട്രോൾ ചെയ്യാം. ആ ശ്ശോ, ഇതെന്തൊരു കഷ്ടതാ. ഇത്ര നേരം. ഈ കുരുവേട്ടനിന്റെ എവിടെ പോയി കിടക്കുവാ? ഇത്ര നേരമായി പോയിട്ട്. പ്രാഞ്ചേട്ടന് കേക്ക് വാങ്ങിച്ചോണ്ട് വരാന്ന് വന്നിട്ട് പോയതല്ലേ? ആദ്യമായിട്ട് എന്റെ പെരുന്നാൾ കുരുവേട്ട ഇത്ര വൈകണം. ആണല്ലേ? കാണടാ പുന്നാര ചേട്ടൻ കണ്ട. കുരുവേട്ട ഇതെന്താ ഈ കോലത്തില്? കേക്ക് എവിടെ? കേക്കോ? ആ കുരുവേട്ടാ, ഇന്ന് പ്രാഞ്ചിയുടെ പെരുന്നാളാന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ കുരുവേട്ടാ? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ 4 കാലില് വന്നേക്കണേണല്ലേ? ഇതാരെ തോപ്പിക്കാനാണ്? ഇവനെ? അതാ ഞങ്ങളെ? അത് പിള്ളേരെ? പിന്നെ ആലിസേ, സൂസ, മക്കളെ, ഞാൻ അതെന്താ അറിയോ മോളെ? മോളെ എന്നാലും സ്വന്തം അനിയന്റെ പെരുന്നാളിന് കേക്ക് എത്തിച്ചിട്ട് മതിയായിരുന്നല്ലോ കുരുവേട്ടാ നിങ്ങൾക്കിടെ ഈ അഭ്യാസം. അവൻ എന്തോരം ആശിച്ചിരുന്ന് വെച്ചതാണ്. അവന്റെ മുഖം കണ്ടാ നിങ്ങള്? മനസാക്ഷി എന്ന് പറയണത് എന്താ കുരുവേട്ടന്? എവിടെ കേക്കും പായസൊന്നും വേണ്ട. കുരുവേട്ടൻ ഇത്ര നേരമായിട്ട് കാണാണ്ടായപ്പോ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ഏട്ടങ്ങടി ഇങ്ങോട്ട് എത്തിയല്ലോ, അത് മതി എനിക്ക്. കണ്ടോ? എന്തായാലും ഏട്ട വന്നില്ലേ? ഡാ, ഈ എന്നോട് ക്ഷമിക്കട്ടോ. നിന്റെ ഏട്ടങ്ങടി ഇങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ എനക്ക്? അതെ, നിന്റെ പിറന്നാള് കൊളാക്കാൻ വേണ്ടിട്ട് വെള്ളടിച്ച് വരാൻ വേണ്ടി എന്റെ പെമ്പർനോത്തി പറഞ്ഞിട്ടാടാ ഞാൻ അങ്ങനെ വന്ന്. അത് ശരി, അതൊന്ന് കലക്കിയിട്ടുള്ള കാര്യങ്ങളോ? ഇങ്ങോട്ട് വാങ്ങണ്. നീ വേണോടാ? ഞാൻ ഇപ്പൊ തന്നെ കോഴിയെ നെല്ല് കൊത്തല്ലേ? നെല്ല് കൊത്തിയ കൊത്തി കൊല്ലും, ഉപ്പിട് മുളകിട്ട് മസാല ചേർക്കും, ചട്ടിയിൽ ഇട്ടു ഞാനൊരു പട്ടോടാ. വർഷമിട്ട് എന്താ ചെയ്യമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ചിന്തയിലുണരൻ സിന്ധു സമാനമായി സന്തതം ചെയ്യുന്നു ഞാൻ എന്റെ അങ്ങനെ ആ പ്ലാൻ പൊളിഞ്ഞു. പ്ലാൻ പൊളിഞ്ഞു മാത്രമല്ല, കുരുവേട്ടന് ഇപ്പൊ ഒടുക്കത്തെ കുടി തുടങ്ങിയിരിക്കുക. ഇനിയൊരു വഴിയുണ്ട്, ഇത്തിരി റിസ്കാ. വറുതു വഴി തന്നെ ഏകണം, കുഴിയാകരുത്. പറ. ആലിസേച്ചി, സൂസേച്ചി കുടിക്കണം. ഒരൊറ്റ വീക്കരൂട്ടാ ഞാൻ. ഒരു വഴി പറയണതേ സൂസ, എനിക്ക് തോന്നുന്നത് ഇവനാണ് ഇട്ട പ്രാഞ്ചിനെ ഇമ്മാരി കുടിപ്പിക്കണത്. നീ എന്താടാ വിചാരിച്ചേക്കണത്? പാണങ്കാട് തറവാട് എന്താണ്, കള്ളുഷാപ്പാണാ? അതിനാര് കുടിക്കണു? നീ എന്നോടാ ഇപ്പൊ പറഞ്ഞു കുടിക്കാൻ? അഭിനയിക്കണം, മദ്യപിച്ച പോലെ അഭിനയിക്കണം. അവർ രണ്ടാളും വരുമ്പോ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ അങ്ങനെ മദ്യപിക്കണ കാഴ്ച അവര് കാണണം. സത്യം പറയാലോ ആലീസേച്ചി, മദ്യപിച്ചിട്ട് 2 വാക്ക് പറയുന്നത് കുറെ നാളായിട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇതൊരു അവസരമായിട്ട് എടുക്കണം. നിങ്ങൾ കുടി തുടങ്ങിയെന്ന് തോന്നുമ്പോ അവര് കോംപ്രമൈസിന് വരും. അലീസേ, സൂസേ, സത്യപ്രതിജ്ഞ ചെയ്യിച്ചിട്ടേ പിന്മാറാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഇല്ലേടാ, കുടിക്കാനുള്ള സാധനം എവിടെ നിന്ന് കിട്ടും? പതിമുഖണ്ടല്ലോ ഇവിടെ. കാലിക്കുപ്പി ഉണ്ടാ? കാലിക്കുപ്പി പ്രാഞ്ചേട്ടൻ കുടിച്ചതൊക്കെ തെങ്ങും കുഴി കിടപ്പുണ്ട്. ആ പതിമുഖം കുറച്ച് കടുപ്പത്തിലെടുത്തിട്ട് കുപ്പിയിലാക്കിക്കോ, സാധനം റെഡി. ഇതിനൊരു അന്ത്യല്ലാണ്ട് വർദ്ധുവിന് വിശ്രമില്ല ആലിസേ. ഇതുകൊണ്ടെങ്കിലും എനിക്കുള്ള മോശം ഇമേജ് ഞാൻ മാറ്റിയെടുക്കും. അല്ല വെറുതെ
ഇനിയിപ്പൊ ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെങ്ങാനും 4 കാലിൽ വന്ന് കേറോ? അങ്ങനെയൊന്നും അവര് വരില്ല, വരാൻ പറ്റില്ല. അതെന്താ? 4 കാലിലല്ല 16 കാലില് ടെൻഷൻ അടിച്ചിട്ടുള്ള വരവാണ് അവര് വരാൻ പോണേ. അങ്ങനത്തെ വിളിയെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോണേ. എന്നാ വേഗം വിളിക്ക്. ഇപ്പൊ വിളിക്കാട്ടാ. ഇപ്പൊ ശരിയാക്കാം. സാംസ്കാരിക നായകന്മാര് ഇപ്പൊ ആംബുലൻസ് വിളിച്ചെത്തും. ഹലോ പ്രാഞ്ചേട്ടാ, ഇപ്പൊ എവിടെയല്ലേ? പറയണേല് വിഷമുണ്ട്. നിങ്ങൾ രണ്ടാളും വേഗം വീട്ടിലേക്ക് എത്ത്. ആ കുട്ടികളെ എത്തണേക്കാട്ടി മുമ്പ് അങ്ങോട്ട് ചെന്നോ, അതാ നല്ലത്. ചെന്ന് നേരിട്ട് കാണ്. അവിടെ രംഗത്ര പന്തിയല്ലാട്ടാ, ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ. വെറുതെ പറയുമ്പോ നിങ്ങക്ക് ഒരു വിലയില്ലോ. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിനെക്കാട്ടി മുമ്പ് വീട്ടിലേക്ക് എത്താൻ നോക്ക് രണ്ടാളും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഓക്കെ, ഇപ്പൊ വരും. ഇത് കലക്കും. നീ വേഗം വിട്ടോ. ഇപ്പൊ വീരശൂര പരാക്രമികള്. ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻ കൂടി ചെയ്യാനുണ്ട്. സെറ്റപ്പ് എല്ലാം ശരിയാക്കി തകർത്ത് അഭിനയിച്ചോളാം. പിന്നെ ഞാൻ ഓൾ ദ ബെസ്റ്റ്. സൂസേ, നീ കുപ്പി കഴിക്കോ? ചേച്ചി വെള്ളം ചൂടാക്കും. ആ വാതിലും തുറന്നിട്ട് വിറ്റ എവിടെ പോയിരിക്കണേ? അലിസേ, മിണ്ടി പോകരുത്. അരിപ്രാഞ്ചി, ആരോടാടാ നിന്റെ ആക്രോശം? ആലിസേ, ആലിസേച്ചി ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടാ? നീ ആരാടാ പഠിപ്പിക്കാൻ? പോയി ചേച്ചിക്ക് വെള്ളം എടുത്തിട്ട് വാടാ ക്രിമി പ്രാഞ്ചി. മിസ്റ്റർ കുരുവിയാട്ടൻ, സൂസേ, കുരുവേട്ടന് ഓംലെറ്റ് ഉണ്ടാക്കാറിയോ? എടി, നിങ്ങളെന്താ ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിക്ക? ഞങ്ങൾക്കും അറിയാം നശിപ്പിക്കാൻ. നിങ്ങള് പണ്ടേ നശിപ്പിക്കാൻ ഇറങ്ങി. നശിക്കുമ്പോ എല്ലാവരും നശിക്കട്ടെ. എന്നാ പിന്നെ എല്ലാവർക്കും അവിടെ നശിക്കാം. ഇതെന്തത് പതിമുഖ? ഇതെന്തത് നന്നായി തിളപ്പിക്കാഞ്ഞേ? നോക്കട്ടെ, ശരിയാണല്ലോ. ഞാനാകെ പേടിച്ചു. നല്ല ആലീസിന്റെ നല്ല അഭിനയാട്ടാ. അങ്ങനെ അതും പൊളിഞ്ഞു. പൊളിഞ്ഞൂന്ന് മാത്രമല്ല, അതങ്ങോട്ട് ചമ്മന്തി പരിപോയി. ഇനി എന്നാടാ നിന്റെ അടുത്ത് ഇങ്ങനെ കൂതറ ഐഡിയകള്? ഇനിയത്തെ ഐഡിയ അല്പം സ്ട്രോങ് ആ. എന്റെ വർദ്ധു വല്ല നല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയും. ഞങ്ങളുടെ ഇന്ന് വാങ്ങിയ കാശിനെ ഒരു അല്പം ആത്മാർത്ഥതെങ്കിലും കാണിക്കും. ഇനി ആ വഴിയും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കണം. ഏത് വഴി? അതായത് നമ്മുടെ എബിമോൻ ഒന്ന് കുടിച്ചു നോക്കണം. ഇവന് കിട്ടിയതൊന്നും പോരട്ടാ. കുടുംബം കടക്കാനിട്ട് അയ്യോ, വെറുതെ നിന്നോ നീ? അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ കാല്. എന്ത് ജാതി ചൂടെന്നാ പറയാ? 3 ആൾ ഇപ്പൊ തന്നെ പൊള്ളലേറ്റിട്ട് ഹോസ്പിറ്റലാണ്. വീട്ടിലെ കുട്ടികൾ ഇറങ്ങില്ലല്ലോ. ആലീസ് പറയണ് റൂമിലും കൂടെ AC ഫിറ്റ് ചെയ്താലോന്നാ. AC. ഹലോ, കർത്താവേ, അയ്യോ മദറെ, പ്ലീസ്, ഞാൻ എന്താ വേണ്ടിച്ച് ചെയ്യാം മദറെ? എന്റെ മോനെ. ഹലോ ഹലോ, എന്താ എന്താടാ എന്താണ്? എന്താ ഈ ചെക്കൻ? എബിമോൻ. എബിമോൻ എന്താ പറ്റിയേ? എബിമോന്റെ ബാഗിന്ന് കഞ്ചാവ് പിടിച്ചൊന്ന്. സ്കൂളിൽ നിന്ന് മദറെ വിളിച്ചേ, TC വാങ്ങി പോവാൻ പറഞ്ഞു. എന്തുട്ട ചെയ്യ ഗുരു കേട്ടാ? എന്തുട്ടൊക്കെ നമ്മള് കേക്കണേ? സൂസന് നിറഞ്ഞ അവളെ പാട്ട്നാത്തി. ഇല്ലടാ, എവിടെ ബാഗിൽ എങ്ങനെയാ കഞ്ചാവ് വരണേ? വെറുതെ ഓരോ. അച്ഛനാ? അച്ചോ, അറിഞ്ഞു അച്ചോ? അത് അത് ശരി അച്ചോ. സ്കൂളിലാകെ പാട്ടായി എന്നാ പറയണേ. എൻ്റെ മകൻ എന്തായാലും കലക്കി.
അപ്പന് കള്ളടിക്കാങ്കി മോന് കഞ്ചാവ് വലിച്ചെന്താ കുഴപ്പം? അവന് എന്താ പറ്റി കുരുവേട്ടാ? കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കാൻ അവനെ ഞാൻ കൊല്ലും. ചെല്ലടാങ്ങട് ചെല്ല്. എന്താ അവനോട് പറയാ? അപ്പന് കള്ളുടിച്ച് നടക്കെങ്കി എനിക്ക് കഞ്ചാവ് വലിച്ച് നടന്ന എന്താ പറഞ്ഞ? ഇനിയിപ്പോ എന്തൊട്ട് ചെയ്യാ കുരുവേട്ടാ? നാട്ടുകാർ പറയും ഇവിടെ വളർത്തു ദോഷാന്നല്ലേ. ഓരോരോ ദുശ്ശീലങ്ങളും നമ്മളായിട്ട് ചെയ്തു വെക്കുമ്പോ ഓർക്കണം, എടാ നമ്മളല്ലടാ നമ്മുടെ മക്കൾക്ക് വഴികാട്ടുണ്ട്. അമ്മ വേലി ചാടിയ മകള് മതില് ചാടുന്ന് കേട്ടിട്ടില്ലേ? എന്തായാലും നീ വേഗം വാ, രണ്ടാളോട് വേഗാണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. എന്റെ ദേഹം തളർന്നിട്ട് വയ്യ. സ്കൂളിലെത്തിയിട്ട് ഒന്ന് ഒത്തുതീർപ്പാക്കിയിട്ട് സൂസനെ വിളിച്ച് പറഞ്ഞാൽ മതി. എടാ സ്കൂളിലേക്കല്ല വീട്ടിലേക്കാ ചെല്ലാൻ പറഞ്ഞ്. അച്ഛൻ വീട്ടിലുണ്ട്. എന്താ പറയപ്പോ? അത് എന്തു പറയാനാ, എല്ലാം ഇനി വീട്ടിൽ ചെന്നിട്ട് അച്ഛനെന്തേലും വഴി കണ്ടുണ്ടാവും. വാ എണീക്കിങ്ങടേ. ഡാ ഭാസ്കര കടന്നു നോയിക്കോ. വാ ഓരോന്ന് വെറുതെ കഴിഞ്ഞിട്ട്. ഇല്ലച്ചോ, ഞങ്ങളുടെ എബിമോൻ അങ്ങനെ ചെയ്യൂല. ഇതവനാരോ ചതിച്ചതാണ്. അതവനെ ചോദ്യം ചെയ്തപ്പോ മനസ്സിലായി. പക്ഷെ അപ്പൻ നല്ല കുടിയാന്നവൻ പറഞ്ഞ സ്ഥിതിക്ക് അപ്പനമ്മ ഇതിന്റെ പേരിലെന്നും വഴക്കാണെന്നവൻ പറയുമ്പോ വഴി തെറ്റിയ കുട്ടിയാന്നല്ലേ മറ്റുള്ളവര് കരുതൂ. അവനൊന്നും സംഭവിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ആട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടച്ചോ, വറുതൂന. വറുതുവാ? ഞങ്ങള് കുരുവേട്ടന്റെയും പ്രാഞ്ചിന്റെയും കൂടി നിർത്താൻ വേണ്ടിട്ട് വറുതുവിന്റെ കൂട്ടാ പിടിച്ചത്. ഓ, എന്നിട്ട് ഒരുപാട് ഉപദേശമൊക്കെ കിട്ടിക്കാണല്ലോ അല്ലേ? അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. അവൻ അവസാനം പറഞ്ഞതേ എബിമോന്. ഓഹോ, എബിമോനെ കൊടുക്കാന്ന്. ഇപ്പൊ കുടിക്കില്ലേ? ഒരിക്കലും അഴിയാത്ത കുരിക്കൽ കുരുങ്ങിയില്ലേ? കഞ്ചാവ് കേസിലകത്തായ വകുപ്പ് എന്താന്ന് അറിയാലോ? നിങ്ങളെ രണ്ടെണ്ണത്തിനുണ്ടല്ലോ. ആഹാ, കഥയിലെ സാക്ഷാൽ വില്ലന്മാര് വരുന്നുണ്ട്. ഇനി സാക്ഷാൽ നായകനായ മോനും കൂടി വന്നാൽ എല്ലാവർക്കും പറയാനുള്ളത് ചേർത്ത് കേക്കാം. ഈ കരച്ചിലും പിഴിച്ചിലൊന്നും നിർത്തുവാ. പിന്നെ സ്റ്റേഷനിലേക്കൊന്ന് പോണ്ടി വരില്ലോ പ്രാഞ്ചി. അച്ചോ, മോൻ അവനിങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല അച്ചോ. വിശ്വസിക്കണോ വേണ്ടോന്ന് പോലീസുകാർ തീരുമാനിച്ചോളും. കഞ്ചാവേതാ വകുപ്പ് എന്നറിയാലോ. ആശാനൊന്നും പിഴയ്ക്കാതെ തന്നെ ശിഷ്യന് മൊത്തം പിഴക്കണ കാലത്. തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ട് അച്ചോ. ഇനി ഒരിക്കലും ഞങ്ങൾ കുടിക്കില്ല എന്നല്ല, ഇനി ആ സാധനം കൈകൊണ്ട് തൊടില്ല അച്ചോ. ആ, മനസ്സിലായല്ലോ, എല്ലാവരും കേട്ടല്ലോ. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി കഴിച്ചു പൂസാവല്ല, നിങ്ങളൊന്നും മണപ്പിച്ചു എന്നറിഞ്ഞ പോലും കൊല്ലിയാനുണ്ടതിനെയും. ഇല്ല അച്ചോ, നിർത്തി, ഒക്കെ നിർത്തി. എനിക്ക് എങ്ങനെ അറിയാമേ? ചതിക്കാൻ പോണ ആള് ചതിക്കാനാന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം ബാഗിൽ കൊണ്ടിരുന്നേ. അവരോട് ചോദിച്ച ബുദ്ധിമുട്ടുണ്ടാ? വിവരങ്ങളൊക്കെ ഞാൻ പറയാം. ഇവന്റെ ബാഗിൽ നിന്ന് ആരും ഒന്നും കണ്ടെടുത്തിട്ടില്ല. മദർ നിങ്ങളോട് ഫോൺ ചെയ്ത് പറയുമ്പോ ഇവന്റെ ബാഗിൽ ഒരു കഞ്ചാവും ഇല്ല, കറുപ്പും ഇല്ല, ഒരു തേങ്ങര മൂടും ഇല്ല. അച്ചോ, അച്ഛൻ എന്തായി പറയണേ? മദർ എന്നെ വിളിച്ചത്? ഇതൊക്കെ ഞാനും നിങ്ങളുടെ മോനും മദറും കൂടി നടത്തിയൊരു ചികിത്സയല്ലേ. നിങ്ങളുടെ മനസ്സിന്റെ മാറ്റത്തിന് വേണ്ടി മെനഞ്ഞെടുത്ത ഒരു ചെറിയ നുണക്കഥ. അത് വലിച്ചു. നിങ്ങളൊക്കെ അത്യാവശ്യത്തിന് ടെൻഷൻ അടിച്ചു. കർത്താവേ, സത്യാണ് അച്ചോ. എന്നാലും എന്റെ അച്ചോ, ഇത് എപ്പോഴാ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? എബിയും ഡെയ്സിയും പഠിത്തത്തിൽ കുറച്ച് പിന്നാക്കാന്ന് മദർ വിളിച്ച് പറഞ്ഞപ്പോഴാ ഞാൻ എബിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചേ. വീട്ടിൽ നടക്കുന്ന വെള്ളംകളി മത്സരങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞപ്പോ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. തിരിച്ചൊരു ഉറിയടി മത്സരം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ടു കൊള്ളേണ്ട അടുത്ത് തന്നെ. ശരി അച്ചോ, ശരിക്കും കിട്ടിയച്ചോ. എന്നാലും ഇപ്പൊ വലിയ സമാധാനായി.
ഒരു ഷോക്ക് നിങ്ങൾക്ക് ആവശ്യമായിരുന്നു. മക്കളെ കൂടി കണക്കിലെടുത്ത് ജീവിക്കുമ്പോഴേ യഥാർത്ഥ മാതാപിതാക്കളാവൂ. അല്ലാത്തിടത്തോളം അവര് വെറും ഭാര്യ ഭർത്താക്കന്മാർ മാത്രമാണ്. കുട്ടികളുണ്ടായാൽ മാത്രം പോരാ, അവർക്ക് നല്ല മാതാപിതാക്കൾ കൂടി ഉണ്ടാവണം. ജീവിതത്തിൽ നമുക്കൊരു എത്തിക്സ് ഉണ്ടാവണം, അത് കാത്തു സൂക്ഷിക്കണം. ഈ പറഞ്ഞ എത്തിക്സ് ആരും തകർക്കാതിരുന്ന മതിയച്ചോ. അങ്ങനെ തകർക്കുന്നവരെയാണ് സാത്താന്റെ സന്തതികൾ എന്ന് വിളിക്കുന്നത്. കേട്ടോ? ആ അപ്പൊ കേട്ടല്ലോ, കറ കളഞ്ഞ ഒരു അപ്പനും അമ്മയും ആവണം. അത് മക്കളുടെ ജന്മാവകാശം കൂടിയാണ്. ഇനിയുള്ള ജീവിതം കുട്ടികൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തണം. അച്ഛോ, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ആവശ്യത്തിലധികം ചെയ്തു കൊടുക്കണ്ടല്ലോ, എന്നിട്ടും അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ മാതാപിതാക്കളുടെ പരസ്പര മത്സരവും മദ്യപാനവും കുട്ടികളുടെ ആത്മവിശ്വാസത്തെ തകർക്കും, കുട്ടികളിൽ അരാജകത്വം ഉണ്ടാക്കും. അതുകൊണ്ട് വീണ്ടും പറയാ, ദുശ്ശീലങ്ങളെയൊക്കെ കുടിയൊഴിച്ച് ഇനിയുള്ള കാലം വളരെ സൂക്ഷ്മതയോടും കരുതലോടും ജീവിക്കുക. മക്കൾക്ക് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി. അത്രേ വേണ്ടൂ. ഈശോയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പ ഇനിയൊരു ഓംലെറ്റ് എടുത്തേ. ഒന്നാക്കണ്ടാ, ഇനിയൊരു 10 കേട്ടോ. ഇന്ന് എല്ലാവർക്കും എബിയുടെ വക ഓംലേറ്റും കട്ടൻ ചായയും പോരെ? ആസാക്കാൻ വേറെ ആളെ നോക്കട്ടാ കുട്ടിപ്രാഞ്ചിയെ. അച്ചോ, എന്റെ ബുദ്ധിയട്ടവന്.